വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ 39 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മികച്ച വിജയം. 22 വാർഡുകളിൽ എൽഡിഎഫ് വിജയിച്ചപ്പോൾ 11 വിജയിക്കാനേ യുഡിഎഫിന് കഴിഞ്ഞുള്ളൂ. ബിജെപിക്ക് നേടാനായത് കേവലം 2 സീറ്റുകൾ മാത്രം. യുഡിഎഫിൽ നിന്ന് ബിജെപിയിൽ നിന്നുമായി 7 സീറ്റുകൾ എൽഡിഎഫ് പിടിച്ചെടുത്തു. ദിനകർ നൽകുന്ന വിവരങ്ങൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് മിന്നുന്ന വിജയമാണ് ലഭിച്ചത്. 39 വാർഡുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ 21 എൽഡിഎഫ് വിജയിച്ചു. 11 യുഡിഎഫ് വിജയിച്ചത്. 2 ബിജെപിയും 2 എസ്ഡിപിഐയും വിജയിച്ചു. 3 സ്വതന്ത്രന്മാരാണ് വിജയിച്ചത്. അതോടൊപ്പം തൃശൂർ, എറണാകുളം, കാസർഗോഡ് തുടങ്ങി 3 ജില്ലകളിൽ എൽഡിഎഫ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും എൽഡിഎഫിന് തന്നെ വിജയക്കൊടി പാറിക്കാൻ കഴിഞ്ഞു എന്ന വസ്തുത കൂടിയുണ്ട്. അതോടൊപ്പം ബിജെപിയുടെ സിറ്റിംഗ് സീറ്റ് എൽഡിഎഫ് പിടിച്ചെടുത്തിട്ടുണ്ട്. ബിജെപിയിൽ നിന്നും യുഡിഎഫിൽ നിന്നുമായി 7 സീറ്റുകളാണ് എൽഡിഎഫ് പിടിച്ചെടുത്തിരിക്കുന്നത്. തൃശൂർ ജില്ലയിലെ പറപ്പൂക്കര പഞ്ചായത്തിലെ വാർഡിൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റാണ് എൽഡിഎഫ് പിടിച്ചെടുത്തത്. അതേസമയം കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആലപ്പുഴയിൽ 2 വാർഡുകളിൽ ബിജെപി കോൺഗ്രസിന്റെ യുഡിഎഫിന്റെ സീറ്റ് പിടിച്ചെടുത്ത ഒരു സാഹചര്യവുമുണ്ട്. ഫലത്തിൽ ആകെ പരിശോധിച്ചാൽ എൽഡിഎഫിന് മികച്ച വിജയമാണ് നേടാൻ കഴിഞ്ഞത് എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രത്യേകത, സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുക. എന്നാൽ ഇത്തവണ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം മുൻനിർത്തിയായിരുന്നു യുഡിഎഫും ബിജെപിയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് പ്രചരിപ്പിച്ചുകൊണ്ട് വീടാന്തരം കയറിയിറങ്ങി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൽഡിഎഫിനെതിരെയും സർക്കാരിനെതിരെയും വലിയ പ്രചരണം ഇവർ അഴിച്ചുവിട്ടു. എന്നാൽ അതൊക്കെയും അസ്ഥാനത്താണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. ജനങ്ങൾ എൽഡിഎഫിന്റെ നിലപാടുകളും സർക്കാരിന്റെ നിലപാടുകളും അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ നിലപാടും എൽഡിഎഫിന്റെ നിലപാടും ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ഇത് ബിജെപിക്കും യുഡിഎഫിനും വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. ശബരിമല അക്രമങ്ങൾ അരങ്ങേറിയ പത്തനംതിട്ടയിൽ കാലിടറി ബിജെപി. പത്തനംതിട്ട പന്തളം നഗരസഭാ വാർഡുകളിൽ ബിജെപി സ്ഥാനാർത്ഥികൾക്ക് ആകെ ലഭിച്ചത് 12 7 വോട്ടുകൾ മാത്രം. ഗീവർഗീസ് ചേരുന്നു വിവരങ്ങളുമായി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 2 ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ ബിജെപിക്ക് വൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ബിജെപിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ലഭിച്ചിരിക്കുന്നത് 19 വോട്ടാണ്. ബിജെപിയുടെ വർഗീയ അജണ്ടയ്ക്ക് ഒരു തിരിച്ചടി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത് ജില്ലാ നേതൃത്വത്തെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലയിലെ 13-ാം വാർഡിൽ കുലശേഖരപതി വാർഡിൽ സ്വന്തം സ്ഥാനാർത്ഥിയായ അൻസർ മുഹമ്മദാണ് വിജയിച്ചത്. ഇവിടെയാണ് ബിജെപി സ്ഥാനാർത്ഥിക്ക് 7 വോട്ട് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പന്തളത്തെ 10-ാം വാർഡിൽ എസ്ഡിപിഐ സ്ഥാനാർത്ഥിയായ ഹസീന വിജയിച്ചിരിക്കുന്നു. ഇവിടെ ബിജെപി സ്ഥാനാർത്ഥിയായ രജനിക്ക് ലഭിച്ചത് 12 വോട്ടാണ്. ഇത് ശബരിമല പ്രവേശന വിഷയം മുൻനിർത്തിയാണ്, ഉയർത്തിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പുകളിലെ ഓരോന്നും ബിജെപി നേരിട്ടത്. എന്നാൽ ഇതിന് ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 സീറ്റുകളിലും എൽഡിഎഫിന് ഉജ്ജ്വല വിജയം. കേരള ജനത ബിജെപിക്ക് എതിരാണ് എന്ന് തെളിയിക്കുന്നതാണ് തൃശൂർ ജില്ലയിൽ പറപ്പൂക്കര പഞ്ചായത്തിലെ പള്ളം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ്. ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ ഇവിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി PJ സിബി വിജയിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ബിജെപി വിജയിച്ച പള്ളം വാർഡാണ് എൽഡിഎഫ് പിടിച്ചെടുത്തത്. അഭിറാം നൽകുന്നു വിവരങ്ങൾ. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ മത്സരഫലത്തിൽ തൃശൂർ ജില്ലയിലെ മുഴുവൻ സീറ്റിലും എൽഡിഎഫ് വിജയിച്ചിരിക്കുകയാണ്. അതായത് തൃശൂർ ജില്ലയിൽ ഫലം പുറത്തു വന്ന ഉപതെരഞ്ഞെടുപ്പ് നടന്ന 5 മണ്ഡലങ്ങളിലും 5 സീറ്റിലും എൽഡിഎഫ് ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ ഏറ്റവും ശ്രദ്ധേയമായ വിജയം ഏതെന്ന് വെച്ചാൽ ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ പള്ളം, അതായത് പറപ്പൂർ അടക്കമുള്ള ബിജെപിയുടെ ശക്തി മേഖലയായ പള്ളം വാർഡ് CPM പിടിച്ചെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ LDF പിടിച്ചെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ ഈ ഏതാനും തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രദേശത്ത് ബിജെപി മാത്രമാണ് ജയിച്ചു വന്നിരുന്നത്. മറ്റ് ഒരു ശക്തികൾക്കും ഇവിടെ സ്വാധീനം ചെലുത്താൻ കഴിയാത്തൊരു മണ്ഡലമായിരുന്നു ഈ മണ്ഡലം. എന്നാൽ ഈ പ്രദേശത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ രാഷ്ട്രീയം പറഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിട്ട CPM അല്ലെങ്കിൽ LDF ശക്തമായി തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്ത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ ബിജെപിയുടെ ശക്തി മേഖലയായിരുന്നു. മറ്റ് രാഷ്ട്രീയ പക്ഷമൊന്നും ഇവിടെ വിജയിച്ചിരുന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയ കാര്യം ബിജെപി
തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ശബരിമല വിഷയം അടക്കമുള്ള മുൻനിർത്തിയാണ്. അതായത് ശബരിമല വിഷയം മുൻനിർത്തി നാമജപ പ്രതിഷേധം എന്ന വ്യാജേന ഒരു അക്രമം BJP തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും അഴിച്ചുവിട്ടിരുന്നു. ഹർത്താലിന്റെ മറവിലും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളുടെ മറവിലും വലിയൊരു അക്രമമാണ് BJP തൃശൂർ ജില്ലയിൽ പലയിടങ്ങളിലും നടത്തിയത്. അതിന്റെ എല്ലാം ബാക്കിയുള്ളതാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇപ്പോൾ LDF സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നാൽ LDF തെരഞ്ഞെടുപ്പ് നേരിട്ടത് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരുന്നു. ശബരിമല വിഷയം അടക്കമുള്ളവയിൽ LDFന്റെ സർക്കാർ നിലപാട് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് LDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിന്റെ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ 5 മണ്ഡലങ്ങളിലും 5 സീറ്റിലും LDFന്റെ വിജയം കൃത്യമായ ഭൂരിപക്ഷത്തോടെയാണ്. കൃത്യമായ വിജയം ഈ എല്ലായിടത്തും LDFന് സ്വന്തമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുട 2ാം വാർഡ് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ വിജയിച്ചത് 85 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അതുപോലെ തന്നെ കടവല്ലൂർ 5ാം വാർഡ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി രാജൻ ജയിച്ചത് 149 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ 343 വോട്ടിന്റെ ഭൂരിപക്ഷം LDFനുണ്ട്. ചേലക്കര പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 121 വോട്ടിനാണ് LDF. അത്തരത്തിൽ 100ന് പുറത്ത് ഉള്ള ഭൂരിപക്ഷം മിക്കടങ്ങളും സ്വന്തമാക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ കൃത്യമായി തന്നെ LDFന്റെ നല്ല വിജയം തൃശൂർ ജില്ലയിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BJPക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം തൃശൂർ ജില്ലയിൽ BJP വിഭാഗീയത രൂക്ഷമാണ്. ജില്ലാ പ്രസിഡന്റ് നാഗേഷിന്റെ നേതൃത്വം അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ മറ്റൊരു വിഭാഗവും ജില്ലയിൽ ഇപ്പോൾ തന്നെ അടുത്ത 2019 മുൻപിലുള്ള ചരടുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ബാക്കിയെന്നോണം BJPക്കാരുടെ തിരിച്ചടി തൃശൂർ ജില്ലയിലെ BJP രാഷ്ട്രീയത്തിലും കൃത്യമായ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ശബരിമല വിഷയം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട 2 രാഷ്ട്രീയ കക്ഷികൾ LDF 5 സീറ്റ് അതായത് എല്ലാ സീറ്റിലും വിജയിച്ചുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ വിജയം തൃശൂർ ജില്ലയിൽ കൈവരിച്ചിരിക്കുകയാണ്. വാർത്തകൾ തുടരുന്നു. ശബരിമല വിഷയത്തിൽ BJP കേരള ഘടകത്തിൽ പൊട്ടിത്തെറി. ശബരിമലയിൽ സമരം നിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി V മുരളീധരൻ MP. റിവ്യൂ ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെ സമരം ചെയ്തിട്ട് കാര്യമെന്തെന്ന മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ. വൈകിട്ട് നടന്ന BJP സംസ്ഥാന നേതൃയോഗത്തിൽ V മുരളീധരൻ പങ്കെടുത്തില്ല. കോഴിക്കോട് നിന്ന് AK ലതീഷാണ് വിവരങ്ങൾ നൽകുന്നത്. കാലങ്ങളായി BJP സംസ്ഥാന നേതൃത്വത്തിലെ ചേരിതിരിവാണിപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ തർക്കത്തിലേക്ക് വന്നിരിക്കുന്നത്. ശബരിമലയിലെ സമരം നിർത്താനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ V മുരളീധരൻ MP രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. സമരം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കം ഒരു BJP പ്രവർത്തനം ആത്മാഭിമാനമുള്ള ഒരു BJP പ്രവർത്തനം അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറയുകയുണ്ടായി. ഇങ്ങനൊരു ഒത്തുതീർപ്പിന് BJPയുടെ ആത്മാഭിമാനമുള്ള ഒരു പ്രവർത്തകനും അനുവദിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ തീരുമാനം എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറയും. V മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വിശദീകരണവുമായി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയും രംഗത്ത് വന്നു. അദ്ദേഹം പറയുന്നത് സമരം വ്യാപിപ്പിക്കുകയാണ്, കുറയ്ക്കുകയല്ല, സമരം വ്യാപിപ്പിക്കുകയാണ് ചെയ്തെന്ന നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ചത്. വൈകിട്ട് കോഴിക്കോട് ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന നേതൃയോഗത്തിലും അദ്ദേഹം ഇതേ നിലപാട് ആവർത്തിക്കുന്ന കാഴ്ചയും കാണാനായി. ഞാൻ നയിച്ച എല്ലാ സമരങ്ങളും പൂങ്കാവനത്തിന് പുറത്താണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. കർമ്മസമിതിക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു. ഒരു മാറ്റവുമില്ല. ഞങ്ങളുടെ സമരം വ്യാപിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ശബരിമല വിഷയത്തിൽ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ആരംഭിക്കാനിരിക്കുന്ന നിരാഹാര സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോഴിക്കോട്ട് ഇപ്പോൾ BJPയുടെ സംസ്ഥാന നേതൃയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നേതൃയോഗത്തിൽ നിന്നും V മുരളീധരൻ വിട്ടുനിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായി. രാവിലെ വലിയ തോതിൽ വിമർശനം ഉന്നയിച്ച ശബരിമല സമര മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിൽ വിമർശനം ഉന്നയിച്ച V മുരളീധരൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം നിർബന്ധമായും പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു വിശദീകരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും മുരളീധര പക്ഷം ശ്രീധരൻപിള്ളയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഈ യോഗത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. K സുരേന്ദ്രന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. അദ്ദേഹത്തിന് കേസുമായി ബന്ധപ്പെട്ടടക്കം വേണ്ടത്ര ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന വിമർശനവും ശ്രീധരൻപിള്ളയുടെ നിലപാടില്ലായ്മയും ഇവർ മുരളീധര പക്ഷം യോഗത്തിൽ ചർച്ചയാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം RSS ഇരു വിഭാഗത്തിനെതിരെ ഗ്രൂപ്പ് കളിച്ചുകൊണ്ട് ശബരിമല വിഷയത്തെ ഗ്രൂപ്പ് കളിക്ക് ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ചളിവാരി എറിയുന്ന സമീപനത്തിലേക്കാണ് BJPയിലെ ഇരു വിഭാഗവും നീങ്ങിയതെന്ന വിമർശനം RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ വിമർശനങ്ങളെല്ലാം തന്നെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യതലസ്ഥാനത്തെ ചെങ്കടലാക്കി കർഷക പ്രക്ഷോഭം. ആത്മഹത്യ ചെയ്ത കർഷകരുടെ തലയോട്ടിയേന്തിയും നഗ്നരായും കർഷകർ പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ഐക്യത്തിന്റെ ശക്തി പ്രകടനമായും കർഷക മാർച്ച് മാറി. മോദി രാജ്യത്തെ പോക്കറ്റടിക്കുകയാണെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വിമർശിച്ചു. സന്തോഷ് സലങ്ങിന്റെ റിപ്പോർട്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 210ഓളം കാർഷിക സംഘടനകളിൽ നിന്നായി 2 ലക്ഷത്തോളം കർഷകരാണ് ഇന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയത്. രാവിലെ രാംലീല മൈതാനിയിൽ നിന്ന് പാർലമെന്റിലേക്ക് നടന്ന മാർച്ച് ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ തന്നെ
ചെങ്കടലാക്കി മാറ്റി. കർഷകർ പ്രധാനമായും ഉന്നയിച്ചത് കാർഷിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഒരു ദിവസമെങ്കിലും പാർലമെന്റ് ചേരുക എന്നതാണ്. 2 കിസാൻ മുക്തി ബില്ലുകൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്യണം. കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം എന്ന ആവശ്യങ്ങളും ഈ മാർച്ചിൽ ഉടനീളം ഉയർന്നു. പാർലമെന്റ് സ്ട്രീറ്റിലെത്തിയ മാർച്ചിനെ നിരവധി പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ അഭിസംബോധന ചെയ്യാനെത്തി. CPIM-ൽ നിന്നും സീതാറാം യെച്ചൂരി നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് രാജ്യത്തെ ഒന്നടങ്കം കൊള്ളയടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നരേന്ദ്രമോദി എന്നാണ്. लेकिन याद रखिए पिछले 5 साल जिस तरीके से लूटा आपको, इसको याद रखिए, वही पॉकेट मार की कहानी है। पहले हमें लूटो, बाद में चुनाव से पहले नए वादे दो ताकि हमारे वोट खरीदने के लिए। मोदी साहब है और साथ साथ अमित शाह साहब है, और ये दोनों मिलकर जिस तरीके की लूट मचाए हुए हैं आज, इससे देश को मुक्ति चाहिए, देश की जनता को मुक्ति चाहिए। AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ആകട്ടെ കടുത്ത ഭാഷയിലാണ് നരേന്ദ്രമോദിയെ വിമർശിച്ചത്. കോർപ്പറേറ്റുകളുടെ കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുന്ന നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ട് കർഷകരുടെ കാർഷിക ലോൺ എഴുതിത്തള്ളാൻ കഴിയുന്നില്ല എന്ന ചോദ്യവും ഉന്നയിക്കപ്പെട്ടു. देखिए, हिंदुस्तान का किसान कोई तोहफा नहीं मांग रहा है, कोई फ्री गिफ्ट नहीं मांग रहा है, वो सिर्फ अपना हक मांग रहा है. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, NCP നേതാവ് ശരത് പവാർ, CPIM നേതാക്കൾ അടക്കമുള്ളവരെല്ലാ പ്രതിപക്ഷ നേതാക്കളും ഒന്നടങ്കം ഈ മാർച്ചിൽ പിന്തുണയുമായി രംഗത്തെത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഒരു പ്രതിപക്ഷ ശക്തി പ്രകടനമായി കൂടി ഈ കർഷക പ്രതിഷേധ മാർച്ച് മാറിയത്. തീർത്ഥാടകരുടെ സുരക്ഷയെ കരുതി ശബരിമലയിലെ നിരോധനാജ്ഞ ഡിസംബർ 4 വരെ നീട്ടി. തീർത്ഥാടകരുടെ തിരക്കും വർദ്ധിക്കുകയാണ്. അതേസമയം സന്നിധാനത്തെത്താനുള്ള സന്നദ്ധത അറിയിച്ച് 48കാരി പമ്പയിലെത്തി. ലെസ്ലി ജോൺ നൽകുന്ന വിവരങ്ങൾ. തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് സുരക്ഷ കരുതിയും നിരോധനാജ്ഞ നീട്ടാനുള്ള തീരുമാനമാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്. പോലീസിന്റെയും റവന്യൂ വകുപ്പിന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിരോധനാജ്ഞ മണ്ഡലമകര വിളക്ക് കാലം പൂർണ്ണമായും ഉണ്ടാകണമെന്നുള്ള റിപ്പോർട്ടാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലാ കളക്ടർ ഡിസംബർ 4-ാം തീയതി അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ നീട്ടിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇന്ന് അർദ്ധരാത്രി തീരേണ്ടതായിരുന്നു നിരോധനാജ്ഞയുടെ കാലാവധി. ഇത് വീണ്ടും 4 ദിവസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു. സന്നിധാനത്ത് കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന തിരക്ക് ഇന്നും അതേ നിലയിൽ തന്നെ തുടരുന്നു. ഏകദേശം 50,000-ത്തിലധികം ആളുകൾ ഇതിനോടകം തന്നെ ഇന്ന് ശബരിമല ദർശനത്തിനായി എത്തിയിട്ടുണ്ട്. എന്തായാലും പുതിയ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർ കൂടി എത്തിയിരിക്കുന്നു. 2 ഐജിമാരുടെ മേൽനോട്ടത്തിൽ പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും എരുമേലിയിലും വടശ്ശേരിക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ 2 ഐജിമാരുടെ മേൽനോട്ടത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ 2ാം ഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്നത്. IG ദിരേശ് കശ്യപ് ഒപ്പം തന്നെ അജയ് തുടങ്ങിയ അവരുടെ നേതൃത്വത്തിലാണ് 2 ഐജിമാരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ സന്നിധാനത്ത് 1375 പോലീസുകാരെ കൂടി വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 125 SIമാരും 35 CIമാരും 15 DYSPമാരും ഈ സുരക്ഷയുടെ ഭാഗമായി ഉണ്ട്. ഏകദേശം 9ഓളം SPമാരും സുരക്ഷാ ചുമതലയുടെ ഭാഗമായി ഈ പല സ്ഥലങ്ങളിലായി നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ സുരക്ഷയും ഒപ്പം തന്നെ തീർത്ഥാടന തിരക്കുമാണ് സന്നിധാനം പ്രതീക്ഷിക്കുന്നത്. വരുമാനത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ദേവസ്വം ബോർഡിൽ നിന്നും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ അന്നദാനവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സേവാ സമാജത്തിന് അന്നദാനത്തിൽ സഹകരിപ്പിക്കുന്നു എന്നുള്ള തീരുമാനവും ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് നേരിട്ടായിരിക്കും ഇതിന്റെ ചുമതല വഹിക്കുക എന്നുള്ള കാര്യം ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ പറയുകയും ചെയ്തു. ഹൈക്കോടതി ഈ അന്നദാനവുമായി ബന്ധപ്പെട്ട ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇപ്രാവശ്യം ശബരിമല, നിലയ്ക്കൽ, പമ്പ, എരുമേലി, പന്തളം, ചെങ്ങന്നൂർ ഈ കേന്ദ്രങ്ങളിൽ അന്നദാനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ നമ്മളിതിനെപ്പറ്റി അപേക്ഷകൾ കിട്ടിയിട്ടുള്ളപ്പോൾ അപേക്ഷകൾ നോക്കി നമ്മുടെ ദേവസ്വം കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഇപ്പോൾ ഓരോ സംഘടനകളുടെ രാഷ്ട്രീയം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് വന്നിട്ടുള്ള അപേക്ഷകൾ പരിശോധിച്ച് അതിൽ ജനുവിനം തോന്നിയിട്ടുള്ള, അതായത് ഇത്രയും ദിവസം അന്നദാനം പൂർണ്ണ സമയം കൊടുക്കാൻ കഴിയും എന്ന് കണ്ടിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് എഗ്രിമെന്റ് വെക്കുകയും ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വം അവർ തരുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നടത്താം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്.
ഇതിനിടെ വൈകിട്ടോടുകൂടി പമ്പയിൽ 48 വയസ്സുള്ള ഒരു യുവതി ശബരിമലയിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായത് ആന്ധ്രയിൽ നിന്നും വന്ന ഒരു കുടുംബമാണ്. ഭർത്താവും കുട്ടിയുമായി ഒത്തു വന്ന സ്ത്രീ ശബരിമലയിൽ ദർശനം നടത്തുന്നതിനായിരുന്നില്ല ആവശ്യം ഉന്നയിച്ചത്. ഇവർക്കൊപ്പം സന്നിധാനം വരെ എത്തുക എന്നുള്ള ആവശ്യമാണ് പോലീസിനോട് ആവശ്യപ്പെട്ടത്. വനിതാ പോലീസ് അടക്കമുള്ളവർ കാര്യങ്ങൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും എല്ലാം തന്നെ ഇവരെ ബോധിപ്പിക്കുകയും ചെയ്തു. ഉഷ എന്ന ഈ സ്ത്രീ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. പമ്പയിൽ നിന്ന് ഇപ്പോഴും തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ശാന്തമായ അന്തരീക്ഷത്തിലാണ് ശബരിമല ഇപ്പോഴുള്ളത്. യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും എവിടെയും കേൾക്കുന്നില്ല. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് വഴിപാടുകളും മറ്റും നടത്തിക്കൊണ്ട് കൃത്യമായി മടങ്ങാനുള്ള സാഹചര്യമാണ് ഉള്ളത്. രാത്രി അരിവരാസനത്തിന് ശേഷം കഴിഞ്ഞ ദിവസവും 250ഓളം സംഘപരിവാർ പ്രവർത്തകർ നാമജപ ശരണ പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു. ഇന്നും അത് തുടരാനുള്ള സാധ്യതയാണ് പോലീസ് കൽപ്പിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. ഓഖി ഫണ്ട് വകമാറ്റി എന്നത് വ്യാജ പ്രചരണമെന്ന് മുഖ്യമന്ത്രി. ദുരിതബാധിതർക്ക് സർക്കാർ നൽകിയ വാക്കു പാലിച്ചു. ഓഖി ദുരിതാശ്വാസത്തിന് കേന്ദ്രം വാഗ്ദാനം ചെയ്ത മുഴുവൻ തുകയും നൽകിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഷീജ നൽകുന്നു കൂടുതൽ വിവരങ്ങൾ. ഓഖി ചുഴലിക്കാറ്റ് കേരള തീരത്ത് ആഞ്ഞുവീശി വിതച്ചിട്ടുള്ള ദുരന്തത്തിന് 1 വർഷം തികയുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികളും വിശദാംശങ്ങളും വ്യക്തമാക്കിയത്. ഇതിൽ അദ്ദേഹം പ്രധാനമായും വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എത്തിയ തുക എന്ന് പറയുന്നത് 108 കോടി രൂപയാണ്. ഇതിൽ സംസ്ഥാന സർക്കാർ ചെലവാക്കിയതാകട്ടെ 110 കോടി രൂപയും. ഈ രീതിയിൽ മറ്റു ഒരു സംസ്ഥാനവും കൈക്കൊള്ളാത്ത രീതിയിൽ ഉള്ള നടപടി തന്നെയാണ് തുക ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് വിമർശകർക്കുള്ള മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ആദ്യമേ തന്നെ സർക്കാർ നൽകിയ ഉറപ്പുണ്ട്. ഈ തുകയാകെ ഓഖി ദുരന്തത്തിനിരയായ മത്സ്യമേഖലക്കുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതിനേക്കാൾ വലിയ തുകയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചിലവാക്കുന്നത്. അപ്പോൾ തുക വകമാറ്റിയെന്ന് പ്രചരിപ്പിച്ചവർ, ആക്ഷേപിച്ചവർ കാര്യങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നന്നാവും. അതേസമയം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതാകട്ടെ മത്സ്യത്തൊഴിലാളികളോട് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു മനോഭാവം തന്നെയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കാരണം ഈ ദുരന്തത്തിന് 416 കോടിയുടെ സഹായമാണ് കേന്ദ്രം വാഗ്ദാനം ചെയ്തത്. ആ തുക പോലും പൂർണ്ണമായും ലഭിച്ചില്ല. അതിന് പുറമെയാകട്ടെ 7340 കോടിയുടെ പ്രത്യേക പാക്കേജും സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത് കണ്ടില്ല എന്നുള്ളൊരു മനോഭാവമാണ് കേന്ദ്രം സ്വീകരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവം പെരുമാറുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. അടിയന്തര സഹായമായി 416 കോടി രൂപയായിരുന്നു ശുപാർശ ചെയ്തത്. എന്നാൽ ആ തുക പൂർണ്ണമായി സംസ്ഥാനത്ത് ലഭിച്ചില്ല. ഒരു സ്പെഷ്യൽ പാക്കേജ് തയ്യാറാക്കി സമർപ്പിച്ചു. പക്ഷെ അത് കണ്ട ഭാവം കേന്ദ്ര സർക്കാർ നടിച്ചില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ നിലവിൽ ലഭ്യമായ തുക വെച്ചും സംസ്ഥാനത്തിന്റെ അധിക വിഭവ സമാഹരണം ഉപയോഗിച്ചും നല്ല രീതിയിൽ തന്നെയാണ് ഓഖി ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ വിതരണം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഓഖിയുടെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി കൂടുതൽ സൗകര്യങ്ങളും അത്യാധുനിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ ഉദ്ഘാടനവും ഈ ഒരു 1ാം വാർഷികത്തിൽ നടപ്പാക്കി. പാലക്കാട് കഞ്ചിക്കോട് ട്രെയിൻ തട്ടി കാട്ടാന ചെരിഞ്ഞു. ട്രെയിൻ ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്നാണ് കാട്ടുകൊമ്പൻ ചെരിഞ്ഞത്. സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് നിന്ന് സിജു കണ്ണൻ തരും വിവരങ്ങൾ.
കഞ്ചിക്കോട് വല്ലടിക്കടുത്താണ് ഈ അപകടം നടന്നത്. ഏതാണ്ട് 15 വയസ്സോളം വരുന്ന കാട്ടുകൊമ്പനാണ് ട്രെയിൻ തട്ടി ചെരിഞ്ഞത്. പുലർച്ചെ ഇതുവഴി പോയ ട്രെയിനിലെ ലോക്കോ പൈലറ്റുമാർ ഈ കഞ്ചിക്കോട് കടന്ന ശേഷം നൽകിയ വിവരമനുസരിച്ചാണ് ഇവിടെ പരിശോധനയ്ക്കെത്തിയത്. ഒരു കാട്ടാന ഈ റെയിൽവേ ബി ട്രാക്കിനടുത്തായി നിൽക്കുന്നതായാണ് ഇവർ വിവരം നൽകിയത്. എന്നാൽ പുലർച്ചെ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടെ എത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയപ്പോഴാണ് റെയിൽവേ ട്രാക്കിന് താഴെയായി ഈ കാട്ടാന ചെരിഞ്ഞു കിടക്കുന്നതായി കണ്ടെത്തിയത്. എന്നാൽ ഏത് ട്രെയിനാണ് ഈ അപകടത്തിന് കാരണമായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിലവിൽ അവ്യക്തതയില്ല. ആ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ എ ട്രാക്കിലും ബി ട്രാക്കിലും പാലക്കാടിനും വാളയാറിനും ഇടയിലുള്ള ഈ 2 ട്രാക്കുകൾക്കിടയിൽ നിരവധി ആനത്താരകളുണ്ട്. ഇതുവഴി സാധാരണഗതിയിൽ ആനകൾ രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ പാളം മുറിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലേക്കും അതോടൊപ്പം തന്നെ കൃഷിയുള്ള ഭാഗങ്ങളിലേക്കുമെല്ലാം കാട്ടാനകൾ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വേഗത്തിനടക്കം നിയന്ത്രണം നൽകിക്കൊണ്ട് നേരത്തെ റെയിൽവേ നിർദ്ദേശം നൽകിയിരുന്നു. വലിയ രീതിയിൽ ഹോൺ മുഴക്കിയും അതോടൊപ്പം തന്നെ വേഗത നിയന്ത്രിച്ചു മാത്രമേ ഈ എ ട്രാക്കിലൂടെയും ബി ട്രാക്കിലൂടെയും ഈ ട്രെയിനുകൾ കടന്നു പോകാൻ പാടുള്ളൂ എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു അപകടമുണ്ടായ സാഹചര്യത്തിൽ ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. 2016 ഈ നവംബർ മാസത്തിൽ തന്നെ ഈ ബി ട്രാക്കിന് ഏതാണ്ട് ഈ അപകടം നടന്നതിന് തൊട്ടടുത്തായി ഇതേ രീതിയിൽ തന്നെ ഒരു കാട്ടുകൊമ്പൻ ട്രെയിനിടിച്ച് ചെരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ എ ട്രാക്കിലും ബി ട്രാക്കിലുമായി ഈ കഴിഞ്ഞ 18 വർഷത്തിനിടെ 25ഓളം കാട്ടാനകളാണ് ട്രെയിൻ തട്ടി ചെരിഞ്ഞത്. ചീഫ് ജസ്റ്റിസിനെതിരെ വാർത്താ സമ്മേളനം നടത്തിയതിൽ ഖേദമില്ല എന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. കേരള ഹൈക്കോടതിയിലേക്ക് ശുപാർശ ചെയ്ത പേരുകളിൽ ചിലത് തിരിച്ചയച്ചതിൽ അടുത്ത കൊളീജിയം യോഗം തീരുമാനം എടുക്കും. ശബരിമല വിധിയെക്കുറിച്ച് പ്രതികരിക്കാനാകില്ല. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളെപ്പറ്റി പ്രതികരിക്കാനില്ല. എന്നാൽ ആ തീരുമാനങ്ങൾ നടപ്പാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുനഃപരിശോധന ആവശ്യപ്പെടാൻ ഭരണഘടനയിൽ തന്നെ സാധ്യതയുണ്ട് എന്നും കുര്യൻ ജോസഫ് ദില്ലിയിൽ പറഞ്ഞു. ഹരീഷ് നൽകുന്നു വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ജസ്റ്റിസ് ആയിരിക്കുന്ന KM കുര്യൻ ജോസഫ് പല നിലപാടുകളും വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല നിലപാടുകളും ഇപ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട കാര്യമായി അദ്ദേഹത്തിന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ആ കാര്യത്തിന് മാത്രം ശരിയായ രീതിയിൽ ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് കോടതിയുള്ളൊരു കേസാണ്, അതിന്റെ പുനഃപരിശോധന ഹർജിയടക്കം കോടതിയിൽ നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ല, അത് കോടതി ലക്ഷ്യമായി മാറും. ഇങ്ങനെ കോടതി ഒരു അന്തിമ തീരുമാനം എടുത്തൊരു വിധി ആയതുകൊണ്ട് തന്നെ അതിൽ തന്നെ ആരും ഇടപെടേണ്ട ആവശ്യമില്ല, ആ നടപടിയുമായി മുന്നോട്ട് പോവട്ടെ. ഇനി ഒരു പക്ഷേ ആ വിഷയത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതി തന്നെ സമീപിക്കണം എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു അദ്ദേഹം. ആ നിലപാട് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഭരണഘടനയുടെ ധാർമ്മികത ഏറ്റവും കാത്തുസൂക്ഷിക്കണം, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യവും മനസ്സിലാക്കണം, ജനങ്ങളുടെ ധാർമ്മികതയെ കൂടി കണക്കിലെടുത്ത് വേണം ഭരണഘടനയുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിധി പ്രസ്താവിക്കാൻ എന്നും ഇന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ സുപ്രീം കോടതി നടന്ന വിടവാങ്ങൽ പ്രസംഗത്തിലും അദ്ദേഹം ഇതേ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ചില നിലപാടുകൾക്കെതിരെ അദ്ദേഹം ഒരു തരത്തിൽ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നു. കാരണം കൊളീജിയം ശുപാർശ ചെയ്യുന്ന പല ലിസ്റ്റുകളും പല ഹൈക്കോടതി ജസ്റ്റിസുമാരെ സുപ്രീം കോടതി ഉയർത്തുന്ന കാര്യമടക്കമുള്ള പല വിഷയങ്ങളും കൊളീജിയത്തിന്റെ അഭിപ്രായത്തെ ഈ പറഞ്ഞ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നില്ല എന്നൊരു നിലപാടും അങ്ങനെ ഒരു നിലപാട് ശരിയല്ല എന്നൊരു കാഴ്ചപ്പാടും അദ്ദേഹം എന്തായാലും വ്യക്തമാക്കിയിരിക്കുകയാണ്.